ഞാൻ ഇന്നൊരു ഫ്രഷ് ടോപ്പിക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. കാര്യം ഈ ഒരു കുപ്പായത്തിൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് ഒരു ആജീവനകാല സ്വപ്നമായിപ്പോയി. കാര്യം ഞാൻ ഈ ഒരു കുപ്പായം മേടിച്ചൊരു ഫ്യൂ മന്ത്സ് ബാക്കാണ്, ഒരു 4 months ഒരു ഫാമിലി ഫംഗ്ഷൻ വേണ്ടിയിട്ട് മേടിച്ച കുപ്പായം. നാട്ടിൽ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ആ സമയത്ത് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, ഈ കുപ്പായം എഴുതുന്ന മേടിച്ച് അങ്ങനെ ഇങ്ങനെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, വേറെ ആരുള്ള. അപ്പം എനിക്ക് ലിങ്കില്ല, ഒന്നും ഉണ്ടായില്ല. അന്ന് ഞാനൊരു സമയമില്ല, ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഓടി നടന്ന് ചെയ്തതുകൊണ്ട്, ഓടി പടച്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ടായി. ഇതിപ്പോൾ സമയമെടുത്ത് ചെയ്യുമ്പം എനിക്കിത് എത്രമാത്രം ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്കിത് വൃത്തിക്ക് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നന്നാവുക. ഇനി നമുക്കൊരു ഐ മേക്കപ്പ് ചെയ്യാം. വലിയ രീതിയിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രൗൺ ഐലൈനർ എടുത്തിട്ട്, കാജൽ എടുത്തിട്ട് ഞാൻ ഒരു വിങ്ഡ് ഐലൈനർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ചെറുങ്ങനൊന്ന് വിങ്ഡ് ഐലൈനർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം നാട്ടിൽ മഴയാണെങ്കിൽ നെക്സ്റ്റ് 2 ദിവസം നാട്ടിൽ വെയിലായിരിക്കും, അടുത്ത 2 ദിവസം ആദ്യം മഴ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഇനി നമുക്കൊരു ബ്ലഷ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ബ്ലഷിലാണ് എനിക്ക് ഒരു നേരത്തെ ഫുഡ് ഇറങ്ങില്ല ഗൈസ്, അതുപോലെയാണ് എനിക്ക് ബ്ലഷ്. ഐ നീഡ് മോർ ബ്ലഷ് എപ്പോഴും. മൂക്കൊക്കെ ഇങ്ങനെ ചുവന്ന് തുടിച്ച് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യമാണെന്നാണ് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലഷ് വാരി പൊത്തുന്നത്. നെക്സ്റ്റ് യു ഹാവ് ടു അപ്ലൈ ലിപ്സ്റ്റിക്. ഇത് മാക്കിൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഇനി തീർന്നാലും റീപർച്ചേസ് എന്തായാലും ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ബിക്കോസ് അത്രയും എനിക്കിതുമായിട്ട് ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് ഷെയ്ഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഐ ലൈക്ക് ദിസ് സോ മച്ച്. അപ്പോൾ ഇത് കുറച്ച് ഇവിടെ ദെൻ ഇവിടെ പിന്നെ കുറച്ചെടുത്ത് മൂക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. മൂക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിനിങ്ങട്ടെ, 4 ആൾ കാണട്ടെ എൻ്റെ മൂക്കിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. സോ ഗായ്സ്, തീരുമാനമായി എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം. ഒരു മെസ്സി ആയിട്ടുള്ളൊരു ബൺ ഞാൻ ചെയ്തു. ഇത് ഏത് നേരം ഊരിപ്പോവാം, പക്ഷെ അത് ഞാനൊരു ഗ്യാരണ്ടി ഒന്നുമില്ലാത്തൊരു ബണ്ണാണ്. അതുകൊണ്ട് നിങ്ങൾ ഷുഡ് ബി കെയർഫുൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു കമ്മലും ഇട്ടു, അതുപോലെ എൻ്റെ ഷാളും ഞാൻ ഇട്ടു. അപ്പം ഇതാണ് എൻ്റെ സത്യസാവിത്രി ലുക്ക്. ദിസ് ഈസ് മൈ ഡേസി ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്നത്തെ പോലെ ലുക്കായോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് അത് വേറെ ഇത് വേറെ. അന്ന് ഞാൻ വേറെ ഇന്ന് ഞാൻ വേറെ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് അന്നത്തെ പോലെ ലുക്കായോണ്ട്. ബട്ട് ഐ ഹോപ്പ് ദിസ് ടേൺ ഗുഡ്. സോ അത്രയേ ഉള്ളൂ. ബൈ.